ബോബൻ പ്ലീസ്, ഞാൻ ഉദ്ദേശിച്ചത് മാത്യൂസ് ചൈനയാ. മനസ്സിൽ ശരിക്കും ഉറപ്പിച്ചതുപോലെ അമ്മച്ചിയുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ. എന്നെ കാണുന്നത് പോലും അമ്മച്ചിക്ക് ഇപ്പം ഇഷ്ടമല്ല. ഒക്കെ നിന്റെ വെറും തോന്നലാ. നീ പ്രസവിക്കണമെന്നും നമ്മുടെ കുഞ്ഞ് വീട്ടിനുള്ളിൽ ഓടിക്കളിക്കണമെന്നൊക്കെ അമ്മച്ചിക്കായിരുന്നല്ലോ വലിയ ആഗ്രഹം. അതുകൊണ്ട് ആ ആഗ്രഹം നടക്കില്ല എന്നറിഞ്ഞപ്പോ ഒരു ദിവസം കൊണ്ട് ഞാൻ ശത്രുവായല്ലേ. ഉടനെ എന്നെ ഒഴിവാക്കാൻ നോക്കുക. ഇനിയിപ്പോ പഴയ കഥകളൊക്കെ പറഞ്ഞ് അമ്മച്ചി ബോബന്റെ മനസ്സ് മാറ്റിയെടുക്കും, എനിക്കറിയാം. അതിനുവേണ്ടി തന്നെ അമ്മച്ചിയുടെ പുറപ്പാട്. ഛേ, നീ ചുമ്മാ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. മരണം വരെ നമ്മൾ ഒന്നിച്ചുണ്ടാവുന്ന ദൈവത്തോട് പറഞ്ഞിട്ടുള്ളത്. മരിക്കും വരെ നമ്മൾ ഒന്നിച്ചു തന്നെ ആയിരിക്കും. അല്ലാതെ നീ പ്രസവിക്കില്ല എന്ന് പറഞ്ഞ് വേറൊരു പെണ്ണിനെ തേടി പോകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അമ്മച്ചി അങ്ങനെയൊന്നും ആശിക്കുകയില്ല. വേണ്ട ബോബൻ, ഞാൻ കാരണം ബോബന്റെ ജീവിതം മരുഭൂമി പോലെ ആവണ്ട. ഞാൻ മാറിത്തരാം. സെലീന, നീ എന്നതൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞത്... നീ ഒന്നും പറയണ്ട. നമ്മൾ ഒരുമിച്ചുള്ള ജീവിതത്തിൽ തീരുമാനം എടുക്കുന്നത് നമ്മൾ മാത്രമാ. അതിനിടയിൽ അമ്മച്ചി എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നീ എന്നെപ്പോലും മറന്നാണല്ലോ സംസാരിക്കുന്നേ. ബോബൻ ഒരു കുഞ്ഞിനെ തരാൻ എനിക്ക് കഴിയാതെ പോയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ. മാതൃത്വം അനുഭവിക്കാൻ സ്വന്തം കുഞ്ഞു തന്നെ വേണമെന്നുണ്ടോ? പ്രസവിക്കാത്ത എത്രയോ അമ്മമാരുണ്ട്. അവരൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി ഇപ്പോഴും അമ്മയെന്നുള്ള വിളി കേൾക്കുന്നവരാ. നിനക്കും അതിന് കഴിയും. എൻ്റെ മോനെ നീ പ്രസവിച്ചതാണെന്ന് കരുതി വളർത്തി വലുതാക്കണം. അവൻ്റെ സ്നേഹം ഏറ്റുവാങ്ങി നിന്റെ മകനായി അവൻ വളരണം. മറ്റാരെങ്കിലും അവകാശവാദവുമായി വന്നാൽ നാളെ അവൻ തന്നെ അവരെ ചവിട്ടി പുറത്താക്കണം. അത്രയും സ്നേഹം നീ അവന് കൊടുക്കണം. കഴിയുമോ നിനക്ക്? അമ്മയുടെ സ്ഥാനം നിനക്ക് മാത്രമായി സ്ഥാപിച്ചെടുക്കാൻ കഴിയുമോ സെലീന? പറയുമ്പോൾ പിള്ളേച്ചന് വലിയ ഞെട്ടലൊന്നും ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം. ഗതികേട് കൊണ്ടാണ് ഈ കൊച്ചിനെ ഒക്കത്തെടുത്ത് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. കൊച്ചിനോട് ശത്രുത കാണിക്കാൻ ഒക്കുവോ? ദേ, ഈ കൊച്ചു ബോബന്റെ ഒന്നുമല്ല, ആ റിച്ചാർഡിന്റെ തന്നെയാ. ഏതോ ഒരുത്തൻ ഏതോ പെണ്ണിലുണ്ടായ കൊച്ചിനെയാ ഞാനിങ്ങനെ ഒക്കത്തെടുത്ത് നിൽക്കുന്നത്. ഇതിൽ പരം ഗതികേട് ഒരു അമ്മച്ചിക്ക് വരാനുണ്ടോ? അല്ല, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് എല്ലാവർക്കും ഉറപ്പുണ്ടെങ്കിൽ ടീന കൊച്ചിനും ചോദിച്ചു വന്നപ്പോ അതങ്ങ് കൊടുത്താ പോരായിരുന്നോ? അതിന് മരമണ്ടനായ എന്റെ മോൻ സമ്മതിക്കണ്ടേ? ഇത് അവന്റെ കൊച്ചു തന്നെയാണെന്ന് അവൻ പറയുന്നേ. ഇലയ്ക്ക് മുള്ളിനും അടുക്കുകയല്ല. സെലീനയാണെങ്കിൽ കൊച്ചിന്റെ കാര്യത്തിൽ ഒന്നും മിണ്ടുകയല്ല. ഇരുന്നാലും കൊള്ളാം, പോയാലും കൊള്ളാവുന്ന അവസ്ഥ. ഞാൻ എന്നാ ചെയ്യാനാ ഇതിനിടെ കിടന്നു? ടെസ്റ്റ് നടത്തിയപ്പോ സെലീനയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് തെളിഞ്ഞു. അല്ല, അതിപ്പോ തീരുമാനമെടുക്കേണ്ടത് ബോബനല്ലേ? സെലീനയ്ക്ക് ഇക്കാര്യത്തിൽ പറയാവുന്നൊരു പരിധിയുണ്ട്. ഒരിക്കൽ ഒന്നായതിനു ശേഷം വിധിവിശേഷം കൊണ്ട് പിരിയേണ്ടി വന്നവരാ അവര്. അതും തമ്മിൽ പിണങ്ങാതെ തന്നെ. ഇനി ഒരിക്കൽ പിണങ്ങിക്കൊണ്ട് പിരിയാൻ ഇടവരുത്തരുത് എന്ന് പറഞ്ഞ കുടുംബത്തിന്റെ കാര്യം നോക്കണ്ടായോ പിള്ളേച്ച? ആ വന്നോ? ഡാ, പിടിച്ചോ നിന്റെ സന്തതിയെ. എടാ, ആണുങ്ങളായ അഭിമാനം വേണം. കണ്ടവന്റെ കൊച്ചിനെ താങ്ങി പിടിച്ച് നടക്കുന്നവനെ ആണും പെണ്ണും കെട്ട വകയാ. അമ്മച്ചി പിന്നെ തുടങ്ങിയോ? അതേടാ, നിങ്ങൾ രണ്ടും ഊരു ചുറ്റാൻ പോകുമ്പോഴേ കണ്ടവന്റെ കൊച്ചിനെ ഒക്കത്തെടുത്ത് നടക്കേണ്ടത് ഞാനാ. അന്നാമേ, ഇതിങ്ങനെ ശോഭിച്ച് സംസാരിക്കേണ്ട കാര്യമാണോ? ബോബനെ പറഞ്ഞ് മനസ്സിലാക്കല്ലേ വേണ്ടത്. ഇനിയും മനസ്സിലായില്ലെങ്കിലേ ഈ പോഴന്റെ തലയിൽ ഇനി എന്നാ വെളിച്ചം വീശുന്നേ? ഈ കൊച്ചിനെ ഇന്നല്ലെങ്കിൽ നാളെ ആ ടീനയും റിച്ചാർഡും വന്ന് കൊണ്ടുപോകും. നീ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണെങ്കിൽ ഇനി പ്രസവിക്കത്തുമില്ല. ഇതോടെ തലമുറ കുറ്റിയേറ്റ് പോട്ടെന്നാണോ നീ വിചാരിക്കുന്നേ? ഇങ്ങനെ കാരണം അറിയാൻ ആരാ അമ്മച്ചിയെ പഠിപ്പിച്ചു വിട്ടത്? അപ്പച്ചനോ? ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ചത്താലും കൊന്നാലും അപ്പച്ചനെ വിടാത്ത അമ്മച്ചി തന്നെത്താൻ ഇങ്ങോട്ട് വന്നതല്ല. എന്റെ കുടുംബം കലക്കാൻ വേണ്ടി അപ്പച്ചൻ പറഞ്ഞയച്ചതാ. അപ്പച്ചന്റെ ഉദ്ദേശം നടക്കത്തില്ല. പ്രസവിച്ചാലും ഇല്ലെങ്കിലും മരണം വരെ എന്റെ ഭാര്യ സെലീന തന്നെ ആയിരിക്കും. ഈ കുഞ്ഞിന്റെ സ്വന്തം കുഞ്ഞാ. നീ തന്നെ ഇത് അമ്മച്ചിയോട് പറയണം. ഞാൻ നിന്റെ കുടുംബം കലക്കാൻ വന്നവളാ, അല്ലടാ. എല്ലാവർക്കും 5ഉം 10ഉം കൊടുത്തപ്പോ കർത്താവ് എനിക്ക് നിന്നെ മാത്രമേ തന്നുള്ളൂ. ഏതിനും എന്തിനും നിന്റെ സന്തോഷത്തിന് വേണ്ടി അപ്പച്ചനോട് എതിർത്ത് നിന്നവളാ ഞാൻ. എന്നിട്ട് നിന്റെ അടുത്തേക്ക് ഓടി വന്നത് നിന്റെ കുടുംബം കലക്കാനല്ലടാ. ചത്താ മതി എനിക്ക്.
ഇവിടെയെങ്കിലും സ്വൈര്യമായിട്ട് ജീവിക്കാന്ന് കരുതിയതാ. ഇപ്പൊ അതും. മോനെ, പെറ്റതള്ളേ അവിശ്വസിക്കരുത്. ഈ കുഞ്ഞ് നിന്റെ ചോരയാണെങ്കിൽ അതിനെ ഉപേക്ഷിക്കാൻ അന്നമ്മ തയ്യാറാവുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതിന്റെ അർത്ഥം ഈ കുഞ്ഞ് റിച്ചാർഡിന്റെ ആണെന്നാ. ഒരു മൂഢനെ പോലെ ഈ കുഞ്ഞ് സ്വന്തമാണെന്ന് കരുതി കാലം കഴിച്ചാൽ ദുരന്തമായിരിക്കും ഫലം. ഈ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തേക്ക്. ഇല്ല, ഒരിക്കലുമില്ല. ഈ കുഞ്ഞ് എന്റെ മോനാ, എന്റെ പൊന്നുമോൻ. തൊഴിലാളി വർഗത്തിന്റെ ഉന്മൂലനാശത്തിനായി ശ്രമിക്കുന്ന മുതലാളിത്തത്തിന്റെ സ്വേച്ഛാപരമായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഏത് നടപടിയെയും വർഗബലം കൊണ്ട് ഞങ്ങൾ എതിർത്ത് തോൽപ്പിക്കും. എന്നതാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. പിരിച്ചുവിടൽ ഭീഷണി നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണല്ലോ നമ്മളിപ്പോ നിൽക്കുന്നത്. മുതലാളി വർഗത്തിന്റെ ഇത്തരം ഭീഷണികൾ ചരിത്രാതീത കാലം മുതൽ ഞങ്ങൾ അനുഭവിച്ചു പോന്നിട്ടുള്ളതാ. എന്താ ഇവിടെ? വരണം മേഡം, തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നവുമായി വന്നിരിക്കുക ഞാൻ. ചർച്ചയിലൂടെ അത് പരിഹരിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം വളരെ ഭയങ്കരമായിരിക്കും. എന്താ വീട്ടിൽ കയറി വന്ന് ഭീഷണിപ്പെടുത്തുവാണോ? ഭീഷണിപ്പെടുത്തുന്ന നിങ്ങളല്ലേ പിരിച്ചുവിടുമെന്നും പറഞ്ഞ് സ്ഥിരം സ്റ്റാഫുകളായ 23 കുടുംബങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനാണ് ഭാവമെങ്കിൽ? എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. നീരേറ്റ് എക്സ്പോർട്ടിംഗ് കമ്പനിയുമായി ഇപ്പൊ എനിക്ക് ഒരു ബന്ധമില്ല. അതിന്റെ രേഖകളൊക്കെ നീരേറ്റ് കൃഷ്ണപിള്ളിക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞു. നേരെ രാജപ്പ, എല്ലാം തിരിച്ചു കൊടുത്തു. സോഫി കമ്പനി വിടുകയും ചെയ്തു. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. നീരേറ്റ് എക്സ്പോർട്ടിംഗ് കമ്പനിയുമായി നീരേറ്റ് എസ്റ്റേറ്റിനോ ടീ ഫാക്ടറിക്കോ യാതൊരു ബന്ധവുമില്ലെന്ന് അരമണിക്കൂർ മുമ്പ് GM പറഞ്ഞേ ഉള്ളൂ. എല്ലാരും കൂടി തൊഴിലാളികളെ കുരങ്ങളിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ആ കളി ഇനി മുതലാളിമാര് കളിക്കേണ്ടി വരും. നിങ്ങൾക്കെന്താ പറഞ്ഞ മനസ്സിലാവത്തില്ലേ? ഞാൻ ആ കമ്പനി വിട്ട് കഴിഞ്ഞു. തോന്നുമ്പോ എടുക്കാനും വിടാനും ഇതെന്താ നിങ്ങളുടെ ഭർത്താവ് ഉദ്യോഗ? Shut up, you bloody... തെമ്മാടിത്തരം പറഞ്ഞാൽ call the police. വിളിച്ചോ, പോലീസ് വന്നാലേ യൂണിയൻ നേതാവ് രാജപ്പൻ ഒരു ചുക്കം ചെയ്തില്ല. കമ്പനി MD ഇപ്പോഴും നിങ്ങൾ തന്നെയാണ്. തൊഴിലാളികളെ പിരിച്ചുവിടാനോ കമ്പനി ലോക്കൌട്ട് പ്രഖ്യാപിക്കാനോ ഉദ്ദേശമുണ്ടെങ്കിൽ അയ്യോ വിരോധമില്ല. പക്ഷേ 23 സ്ഥിരം തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരമായി 5 ലക്ഷം രൂപ വീതം 23 കുടുംബത്തിന് നൽകണം. ഇല്ലെങ്കിൽ ഇവിടെ ചോരപ്പുഴ ഒഴുകും. രാജപ്പനായി പറയുന്നത്. ഇനിയിപ്പോ പീലിപ്പോസ് അച്ചായന്റെ പുറകെ നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്നാ തോന്നുന്നേ. അല്ല, തലയ്ക്കകത്ത് ഓളം തട്ടിയാ ആർക്കായിരുന്നാലും പ്രശ്നം തന്നെയാ. എന്റെ ഈ വർഗീസ് പുണ്യാളച്ച, ഞാൻ എന്നാ കാഴ്ച ഈ കാണുന്നേ? കാടും മലയും താണ്ടി ഒരു വയറ്റിക്കണ്ണി ഒറ്റയ്ക്ക് തുണി അലക്കാൻ ഇവിടം വരെ വന്ന കാഴ്ച ഈ പാവം മാത്യൂസിനെ കാട്ടണമായിരുന്നോ എന്റെ കർത്താവേ. ഈ മാത്യൂസ് അച്ചായൻ എന്നതായാലും ജോയി കുട്ടിയെ പോലെ നിന്റെ ശത്രു ഒന്നും അല്ല. അങ്ങനെ ആവാൻ എനിക്ക് അങ്ങോട്ട് പറ്റത്തില്ല. അതൊക്കെ കണ്ണി ചോരയില്ലാത്തവർക്കല്ലേ പറ്റൂ പങ്കി. അല്ല, ഈ തുണി അലക്കാനൊന്നും ചിന്നു സഹായിക്കത്തില്ലയോ? അയ്യോ, എന്റെ തുണികൾ ഞാൻ തന്നെ അലക്കണ്ടേ? ആദിവാസിയാണേലും എന്നേക്കാൾ എത്രയോ വലിയവളാ ചിന്നു. എന്ന് പറഞ്ഞാൽ എങ്ങനാ പങ്കി? അവനവന്റെ ശരീരാവസ്ഥ നോക്കണ്ടായോ? അല്ല, കെട്ടിയോ നന്നായിരുന്നെങ്കിൽ ഇങ്ങനൊരവസ്ഥ പങ്കിക്ക് വരത്തില്ലായിരുന്നല്ലോ. ജോയിക്കുട്ടി പിന്നെ തിരിഞ്ഞു നോക്കിയില്ല അല്ലയോ? എന്റെ വ്യാകുല മാതാവേ, എനിക്കൊരു കെട്ടിയോളും കുടുംബവും ഉണ്ടായിരുന്നെങ്കിൽ പങ്കിയെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി സംരക്ഷിച്ചേനെ. ഹോ, ഈ മനുഷ്യർക്ക് എങ്ങനാണാവോ ഇത്രയും ക്രൂരത കാട്ടാൻ തോന്നുന്നേ? മതം പൊട്ടിയ ഒറ്റയാൻ പോലും ഒരു വയറ്റിക്കണ്ണിയെ കണ്ട അയ്യോ പാവം എന്ന് പറഞ്ഞ് വഴിമാറി അങ്ങ് പോവും. പക്ഷേ IAS സോഫി കൊച്ചമ്മ അങ്ങനെ ഒന്നും പോവുകയല്ല. കൊമ്പ് കോർത്ത് കുത്തി മലർത്താൻ ആഞ്ഞടുക്കുമല്ലയോ. ഇന്നലെ ഞാൻ ചുമ്മാ അവിടെ ഒന്ന് കയറി. അപ്പൊ സോഫി ജോയിയോട് പറയുക, ചത്താലും വേണ്ടില്ല
ആ പങ്കിയുടെ ശല്യം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാ മതിയെന്ന്. ആ. ഹോ, എന്റെ ചങ്ക അങ്ങ് പറഞ്ഞു പോയി. ഒന്നും മിണ്ടാൻ നിൽക്കാണ്ട് ഞാൻ ഇറങ്ങി അങ്ങ് നടന്നു. ദേ, അവൾ ഒറ്റ ഒരുത്തി ആ ജോയി കുട്ടിയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്നേ. അല്ലെങ്കിൽ ആ കരുമൻ ചെന്ന് കാല് പിടിക്കും മട്ടിൽ പറഞ്ഞിട്ടും എന്നാ ജോയി കുട്ടി നിന്നെ തിരിഞ്ഞു നോക്കാത്തെ? കാര്യം മനസ്സിലായില്ലയോ സോഫി? നീ എങ്ങനേലും ഒന്ന് ചത്ത് കിട്ടാനും നിന്റെ ശവമടക്ക് കാണാനും കൊതിക്കുന്നവളല്ലയോ അവള്. പിന്നെ എങ്ങനാ ജോയി കുട്ടി വരുന്നേ? ഒക്കെ എന്റെ വിധിയെ മാത്യൂസ് അച്ഛയ, ഞാൻ സഹിച്ചോളാം. എന്റെ വയറ്റിലൊരു ജീവൻ വളരുന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അയ്യോ, അവിവേകം ഒന്നും കാണിക്കല്ലേ പങ്കി. പെണ്ണും പിടക്കോഴിയും ഒന്നും ഇല്ലേലും ഒരു വീട് എനിക്കും ഉണ്ട്. നീ അങ്ങോട്ട് പോര്. പ്രസവം കഴിഞ്ഞാലും നിനക്ക് ജീവിക്കണ്ടായോ? വേണ്ട മാത്യൂസ് അച്ഛയ, ആരുടെയും മുഖം കാണാണ്ട് കാട്ടിക്കഴിയണതാ എനിക്ക് നല്ലത്. ദേ, അതല്ല. മുടി ഇച്ചിരി നരച്ചെന്ന് വെച്ച് നിനക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ല എന്ന് എനിക്കറിയാം. നിനക്കൊരാൺ തുണ വേണ്ടായോ പങ്കി? മാത്യൂസ് അച്ചായൻ എന്താ പറഞ്ഞോണ്ട് വരുന്നത്? ദേ, ഇങ്ങോട്ട് നോക്കിയേ. പലിശക്കാരൻ മാത്യൂസ് എന്നാണ് ജനം പറയുന്നതെങ്കിലും ഞാനൊരു മനുഷ്യപ്പറ്റുള്ളവനാന്നേ. ഞാൻ എൻ്റെ കെട്ടിയോളായി നിന്നെ കരുതി ചെലവിന് തന്നോളാന്നേ. അയ്യോ, മേലിൽ എന്റെ മുന്നേ വന്നു പോരുത്. ഒരു കല്യാണാലോചനയായി വന്നിരിക്കുന്നു മണവാളൻ. ചാവാറായിട്ട് ആർത്തി തീർന്നില്ല. പങ്കി, എന്തിനാ എന്നെ പിടിച്ചത്? കല്ലില് വയറും അടിച്ചു വീണ് ഞാനങ്ങ് ചത്ത പിന്നെ സുഖമില്ല നിങ്ങക്ക് രണ്ടാക്കും. എന്നെ എന്റെ കുഞ്ഞിനെയും കൊന്ന് എന്നെ രക്ഷിക്കാനായിരിക്കും ദൈവം എന്നെ വീഴ്ത്തിയത്. എന്തിനാ ചെകുത്താനായി വന്ന് എന്നെ പിന്നെ ജീവിപ്പിക്കാൻ നോക്കുന്നത്? ഞാൻ നരയിക്കുന്നത് മതിയെല്ലാം തോന്നിയിട്ടാണോ? എന്റെ പൊന്റെ പങ്കി, നീ എന്നോട് ഇങ്ങനൊന്നും പറയല്ലേ. പിന്നെ എങ്ങനെയാ ഞാൻ പറയേണ്ടത്? അതുകൂടി പറഞ്ഞതാ. ജോയ് ചേട്ടനും സോഫിയും കൂടി സുഖമായിട്ട് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് പോകുന്നവളല്ല ഞാൻ. അതിലപ്പുറം എന്താ ഞാൻ പറയണ്ടേ? എന്താ ഞാൻ ചെയ്യണ്ടേ? ഒറ്റയാനാണെന്നാ തോന്നുന്നു. ജോയ് ചേട്ടൻ പൊയ്ക്കോ. ഒറ്റയാൻ വന്ന് ഈ വയറ്റിലേക്ക് കൊമ്പ് കോർക്കട്ടെ. അതോടെ തീരും എന്റെ എല്ലാ സങ്കടങ്ങളും. ഇല്ല, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. പങ്കി, നീ ഇല്ലെങ്കിൽ പിന്നെ ഈ ജോയി കുട്ടിക്ക് ജീവിതം ഉണ്ടോടി? സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞത് നിന്നെ കെട്ടിയ പിന്നല്ലേ. എനിക്ക് നിന്നെ വേണം പങ്കി. സോഫിയോട് ഞാൻ കാട്ടുന്നത് നന്ദിയാ, അല്ലാതെ നീ വിചാരിക്കുന്ന പോലെയുള്ള ഒരു സ്നേഹം അല്ലാതെ. എനിക്ക് നിനക്കൊരു ജീവിതം തന്നത് സോഫിയല്ലേടി. നന്ദികേട് കാട്ടാൻ എനിക്കറിയാൻ മേല. അതിലപ്പുറം ഒന്നുമില്ല. നീ എന്നെ വിശ്വസിക്കണം. ആയിരിക്കും. എന്നാലും കഴിഞ്ഞതൊന്നും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ജോയ് ചേട്ടാ. ഞാൻ സഹിച്ച വേദനയും ഞാൻ അനുഭവിച്ച സങ്കടങ്ങളും കലങ്ങിക്കിടക്കണ വെള്ളവാ എന്റെ നെഞ്ചിനകത്ത്. അത് തെളിയണം. അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ നമുക്കന്ന്. പങ്കി, ഞാൻ കൊണ്ടാക്കാം ചിന്നുവിന്റെ കുടിയേര. വേണ്ട ജോയ് ചേട്ടാ, ഈശ്വരൻ വിധിച്ചതെന്തായാലും അത് തടയാൻ ഞാനോ ജോയ് ചേട്ടനോ വിചാരിച്ച നടക്കൂല. ഒറ്റയും കുത്തിക്കൊല്ലാനാണ് എന്റെ വിധിയെങ്കിൽ അതങ്ങനെ തന്നെ നടക്കും. ജോയ് ചേട്ടൻ കൂടെ വന്നോണ്ട് ഒരു വിശേഷമില്ല. പങ്കി,
സ്നേഹം മാത്രം മനസ്സിൽ നിറച്ച് പരസ്പരം എന്നും ദുഃഖത്തിൽ പോലും സന്തോഷം കണ്ടെത്തി ഒരുമിച്ച് ജീവിച്ചിരുന്ന പങ്കയും ജോയിയും ഇനി ഒരിക്കലും ഒന്നാകാത്ത വിധം അകന്നു പോവുകയാണോ? റിച്ചിയുടെ കുഞ്ഞ് തൻ്റേതാണെന്ന് കരുതി അതിനെ സ്നേഹിക്കുകയും അന്നാമ്മച്ചേട്ടത്തിയുടെയും കൃഷ്ണപിള്ളയുടെയും വാക്കുകൾ ധിക്കരിക്കുകയും ചെയ്യുന്ന ബോബൻ ആ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് വലിയ ദുഃഖത്തിൻ്റെ കഷ്ടതകളിൽ പെടുന്നു. മൃദുല കരുമൻ്റെ ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നു വരുമ്പോൾ എന്താണിനി സംഭവിക്കുക? പണക്കുതയനായ ഫിലിപ്പോസ് ഇനി ഒരിക്കലും തൻ്റെ പ്രിയ ഭാര്യയായ അന്നാമ്മച്ചേട്ടത്തിയെ സ്വീകരിക്കില്ലേ? അത്യന്തം സംഘർഷഭരിതമായ ജീവിത മുഹൂർത്തങ്ങളിലൂടെ കഥ കത്തിപ്പടരുമ്പോൾ സ്നേഹം കൊതിക്കുന്ന നിഷ്കളങ്കമായ മനുഷ്യ മനസ്സുകൾ ഈയാമ്പാറ്റകളെപ്പോലെ ആ അഗ്നിജ്വാലയിൽ കരിഞ്ഞു വീഴുന്നു. അനേകം വിസ്മയങ്ങളുടെ ഉത്സവക്കാഴ്ചയ്ക്കായി കാത്തിരിക്കുക. അരികിലില്ലേ ഞാനരികിലില്ലേ, അരികിലില്ലേ ഞാനരികിലില്ലേ, അണയാത്ത ജ്വാലയായി മനസ്സിലില്ലേ, അഴലി